ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു അംബ്രല കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 3 മീറ്ററാണ് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ലൈനിങ് ക്ലോത്തും 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുക്കാം. യോക്ക് പാർട്ടാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. എനിക്കിവിടെ ലൈനിങ് രണ്ടും ഒരുപോലത്തെ തുണി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, വേറെ വേറെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ചും ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 തന്നെയാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5, പിന്നെ കൈക്കുഴീൻ്റെ അവിടെ 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. പിന്നെ ടോട്ടൽ ലെങ്ത്ത് 15 ഇഞ്ചല്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കാം. പിന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 7.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വി ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നെക്കാണോ വേണ്ടത് അത് വരച്ച് കൊടുക്കാം. ഞാനിവിടെ വി ഷേപ്പിലാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു പീസ് ക്ലോത്തും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചെടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ സ്കേർട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് കോണായിട്ട് നമ്മൾ 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കോണായിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. കറക്റ്റ് സൈഡൊക്കെ കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ യോക്ക് പാർട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ഇവിടെ താഴെ ഭാഗത്ത് വേസ്റ്റിൻ്റെ റൗണ്ട് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് 2 സൈഡും തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം വേസ്റ്റിൻ്റെ അവിടെ വരുന്ന ഭാഗം കറക്റ്റായിട്ട് ആ കോണിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അതിൻ്റെ സൈഡൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മളെ ആ വേസ്റ്റ് റൗണ്ട് തന്നെ കിട്ടും. എനിക്ക് 8 വരുന്നത്, 8 ഇഞ്ച് കറക്റ്റ് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 33 ഇഞ്ചാണ് എടുക്കുന്നത്. 33 ഇഞ്ച് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇതുപോലെ റൗണ്ടിൽ എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ ഭാഗത്ത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം
അതായത് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് അപ്പോൾ വരുന്നത് 46 ഇഞ്ചാണ് വരുന്നത്. അതായത് യോക്കിൻ്റെ അവിടെ വരുന്നത് 33, യോക്കിൻ്റെ നീളം 15 ഇഞ്ചും സ്കേർട്ടിൻ്റെ നീളം 33 ഇഞ്ചും. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മൈനസ് ചെയ്യുമ്പോൾ 46 ഇഞ്ച് കിട്ടും നമുക്ക്. 33 ഇഞ്ചും 15 ഇഞ്ചും ആഡ് ചെയ്യുമ്പോൾ 48 ഇഞ്ച് കിട്ടും. അതിൽ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മൈനസ് ചെയ്യുന്നുണ്ട്, അപ്പം 46 ഇഞ്ച് കിട്ടും. സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്ത് ഒരല്പം തുണി തികയാതെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതിൻ്റെ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ തുണി വെച്ച് കൊടുത്തിട്ട് എത്രയാണോ ക്ലോത്ത് വേണ്ടത് അതൊന്ന് ഇതുപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അരവണ്ണം കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്കേർട്ടിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ നമ്മളെ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ബാക്കി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ട് നിങ്ങളുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് അതിൻ്റെ സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ. ഇതിൽ ഞാൻ പ്ലീറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, നോർമൽ സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വരച്ചെടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. കറക്റ്റ് എന്നിട്ട് നമ്മൾ കൈയിൻ്റെ ചുറ്റളവ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു കട്ടും കൂടി കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് ആയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം പിൻ ചെയ്തിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് മോശം വശത്തേക്ക് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കിട്ടും, ഇതുപോലെ വി ഷേപ്പിൽ കിട്ടും. നമുക്കതിൻ്റെ ഉൾവശത്തിട്ട് ഒരു പീസ് ഇങ്ങനെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി വന്ന ക്ലോത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്ത് വെക്കുന്ന ക്ലോത്ത് ഇതുപോലെ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ഇതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാം. ബാക്കി വന്ന ക്ലോത്തൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി
നമുക്ക് സ്കേർട്ടിൻ്റെ ആ ഭാഗം ജോയിൻ ചെയ്തെടുക്കാനുള്ള ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്ലീവിലും ഇതുപോലത്തെ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിലും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു ചെറിയ പീസ് ഇതുപോലെ എടുത്തിട്ട് പിന്നെ നീളം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വി ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേറൊരു ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വന്ന ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അത് നല്ല വശത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് മോശം വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വി ഷേപ്പിൽ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അത് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി അതിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ താഴെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നോർമൽ സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ, അതായത് സ്കേർട്ടിന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ യോക്ക് പോർഷൻ്റെതും വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ മടക്കി 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരുപോലെ ആ കട്ട് ചെയ്ത ഭാഗം ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് ഇതുപോലെ പിൻ ചെയ്തിട്ട് 2 സൈഡും ബാക്കും ഫ്രണ്ടും നമ്മൾ സ്കേർട്ട് വേസ്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബായ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.